Hi friends, welcome to Nisha's Home Cooking. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഉണ്ണിയപ്പമാണ്. വളരെ ഇൻസ്റ്റന്റ് ആയിട്ടും ഈസി ആയിട്ടും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടത്, എങ്ങനെയാണ് തുടങ്ങണം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനുവേണ്ടി ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 175 ഗ്രാം ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എന്നെ തിളപ്പിക്കാൻ പോവുകയാണ് ഉരുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി വരുമ്പോഴത്തേക്കും ബാക്കി എനിക്ക് ഇച്ചിരി അടുത്ത പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാനുള്ള ചെയ്യണം. പിന്നെ അതിനകത്തൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ കൊത്താക്കി ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ചിരണ്ടിയതാക്കി ഇടാം. ഞാനിപ്പോൾ ചിരണ്ടിയതാണ് എൻ്റെ കയ്യിലുള്ളത്, കൊത്താനായിട്ട് തേങ്ങയില്ല, അതുകൊണ്ട് തേങ്ങ ചിരണ്ടിയതാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ്. ഞാനിതൊരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ആ പച്ചപ്പൊന്ന് പോകാനായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് തേങ്ങ റോസ്റ്റ് ആകുമ്പോൾ ശർക്കര ഉരുന്ന സമയത്ത് നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം വേണം. അപ്പോൾ അത് നിങ്ങൾക്ക് പഴം വേണ്ടവർ ചേർത്താൽ മതി. എനിക്ക് ഇത്തിരി പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, ഒത്തിരി കൂടി പോകണ്ട. ഒരു കുഞ്ഞു പഴമാണ്, അത് നമുക്ക് കൈകൊണ്ട് തന്നെ, നല്ല പഴുത്താണ്, കൈകൊണ്ട് തന്നെ ഞാൻ ഉടച്ചെടുക്കുവാണ്. വേണ്ടെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, നിർബന്ധമില്ല. അപ്പോൾ നമ്മുടെ പഴം നല്ലതായിട്ട് ഇപ്പം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് അരിപ്പൊടി, ഗ്രാമിൽ പറയുവാണെങ്കിൽ ഒരു 180 ഗ്രാം അരിപ്പൊടിയുണ്ട്. ഇത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എടുക്കത്തില്ല, ആ പൊടിയാണ് എടുക്കുന്നത്. നൈസായിട്ടുള്ള പൊടി, പക്ഷെ വറുത്ത പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കൂടെ എടുക്കുന്നത് ഒരു അര കപ്പ് വീറ്റ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ റവ, വറുത്തോ വറുക്കാത്ത എന്ത് വെള്ളം റവയാകാം. ഞാനിപ്പോൾ വറുത്ത റവയാണ് എൻ്റെത്, വറുത്ത റവ എടുത്തേക്കണത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയാണ്. ഇത് ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാര കൂട്ടി പൊടിച്ചതായതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏലക്ക എടുത്ത് പൊടിക്കുവാണെങ്കിൽ 5-6 എണ്ണം എടുത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടാൽ മതി, പക്ഷെ അത് 1/4 ടീസ്പൂൺ ഇടണം. കാരണം ബേക്കിംഗ് സോഡ കുറച്ചിട്ടാൽ മതി. ബേക്കിംഗ് പൗഡർ അത്രയും തന്നെ എഫക്റ്റ് വരണമെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ ഇടണം. ഇതിനകത്തോട്ട് നമ്മളിപ്പം നമ്മുടെ തേങ്ങ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ ശർക്കരപ്പാനി ഇപ്പോൾ നന്നായിട്ട് ഉരുകി, നമ്മൾ ആ ചൂടോടുകൂടി തന്നെ വേണം ഞാൻ ഈ മാവിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് അങ്ങനെ തന്നെ ഒഴിക്കുവാണ്. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിൻ്റെ മിക്സിൻ്റെ കുഴം നമുക്കൊരു ഇഡലി ദോശ ആ ഒരു പാകത്തിനാണ് വരേണ്ടത്. കട്ടയായിരിക്കാൻ പാടില്ല, ഒത്തിരി ലൂസും ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കി ബാറ്ററിൻ്റെ തിക്നെസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു തരി കുറേ ശകലം വെള്ളം ഒഴിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുവാണ്. കാരണം ഇനി ഇത് ഒഴിക്കുന്ന വെള്ളം വളരെ ശ്രദ്ധിക്കണം, കാരണം നമുക്ക് കൂടിപ്പോയാൽ അത് ശരിയാതെ വരത്തില്ല. അപ്പം നമ്മുടെ മാവ് നല്ല കറക്റ്റ് പാകത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നനയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകണ വരെ വെള്ളം കറക്റ്റൊക്കെ നോക്കി എടുത്ത് വെക്കണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ബാറ്റർ കിട്ടുന്നത്. ഞാൻ ശകല എള്ള് ഇതിനകത്തോട്ട് ഇടുന്നുണ്ട്, 1 ടീസ്പൂൺ എള്ള്. കറക്കാനിപ്പോൾ ഞാനിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നമുക്ക് ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫുള്ള് നിറയ്ക്കേണ്ട, ഒരു ലെവല് ആ കറക്റ്റ് ഈ ഒരു വട്ടം വരാൻ, കാരണം നമ്മൾ ഉണ്ണിയപ്പം ഇട്ടുമ്പോൾ പിന്നെ എണ്ണത്തിൻ്റെ ലെവല് പൊങ്ങി വരും. അതുകൊണ്ട് അത്ര എണ്ണ ഒഴിക്കാവുള്ളൂ. ഫുള്ള് നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഉണ്ണിയപ്പം ഇട്ട് കഴിയുമ്പോൾ അത് ഓവർഫ്ലോ ആവും. അതൊന്ന് എണ്ണ റെഡി ആയോ എന്ന് നോക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ചെറിയ തീ വെച്ചുകൊണ്ട് ഇത് മീഡിയം തീയിൽ ഞാനിപ്പോൾ എല്ലാത്തിനകത്തോട്ട് മാവ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ട് നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം.
തിരിച്ചിടേണ്ടി വരുവേ. നമ്മളിപ്പോൾ ഒരു സൈഡ് ഒത്തിരി മൂത്ത് പോകണ്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ തിരിച്ചിടുക. പിന്നെ തീ ഒത്തിരി കൂട്ടി വെക്കരുത്, തീ കുറച്ചും വെക്കരുത്. ആ ഒരു കറക്റ്റ് തീയിലായിരിക്കണം നമ്മൾ ഈ സാധനം വേവിക്കാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതേവരിച്ച് പുറമൊക്കെ ഇങ്ങനെ നല്ലതായിട്ടങ്ങ് മുരിഞ്ഞ് കറുത്ത് പോകും, അതോട്ട് വേകാതിരിക്കും. നമ്മൾ ഇത് തീ വെക്കുമ്പോൾ എപ്പോഴും ഒരു നമ്മുടെ സ്റ്റൗവിൻ്റെ തീ നോക്കണം. അതിനനുസരിച്ച് വേണം നമുക്ക് തീ വെക്കാനായിട്ട്. ഒത്തിരി ഹൈ ഫ്ലെയിം വെക്കരുത്, ലോയും ആകരുത്. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് എഫക്റ്റീവായിട്ട് തീ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇപ്പോൾ റെഡി ആയിട്ട് നമുക്കിപ്പോൾ ഇത് അടുപ്പത്തുനിന്ന് എടുക്കാം. ഇത് സ്റ്റിക്കിൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആയത്തിലോട്ട് കറക്റ്റ് എടുത്ത് നമുക്കിനി മറ്റതും കൂടി ഇതുപോലെ എല്ലാം റെഡിയാക്കാം. ക്രിസ്പി ആയിട്ടുള്ള ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത്ര പെട്ടെന്നായിട്ട് നമുക്ക് അരി അരയ്ക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഉള്ള അരിപ്പൊടി വെച്ച് ഉള്ള മാവൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും, അതിൻ്റെ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.